LSGD മെയിൻസ് എക്സാമിൻ്റെ സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ UPSC ലെവലുള്ള കുറച്ച് MCQs ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോർ കമ്പണൻറ്റ് ഓഫ് ഇ ഗവേണൻസ്? തന്നിരിക്കുന്നവയിൽ ഇ ഗവേണൻസിൻ്റെ കോർ കമ്പണൻറ്റ് അല്ലാത്ത ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ G2C, അതായത് ഗവൺമെൻറ് ടു സിറ്റിസൺ. രണ്ടാമത്തേത് G2B, ഗവൺമെൻറ് ടു ബിസിനസ്. അടുത്തത് G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഇതിൽ ഈ ഗവേണൻസിൻ്റെ കോർ കമ്പണൻ്റായിട്ട് വരാത്തത് ഏതാണ്? നാലാമത്തെ ഓപ്ഷനാണ്, ഗവൺമെൻറ് ടു മീഡിയ എന്നതാണ് ശരി ഉത്തരം. അടുത്തത് MCQ 2 വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് G2C ഗവേണൻസ്? G2C ഗവേണൻസിൻ്റെ പ്രൈമറി ഗോൾ എന്താണ്? ഓപ്ഷൻസ്: ടു ഇംപ്രൂവ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇംപ്രൂവ് ചെയ്യുക. രണ്ടാമത്തത് ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഓപ്പറേഷൻസ്. മൂന്നാമത്തത് ടു ഡെലിവർ പബ്ലിക് സർവീസസ് ടു സിറ്റിസൺസ് ഇലക്ട്രോണിക്കലി. നാലാമത്തത് ടു എൻഹാൻസ് ഗവൺമെൻറ് മീഡിയ റിലേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്, ടു ഡെലിവർ പബ്ലിക് സർവീസസ് ടു സിറ്റിസൺസ് ഇലക്ട്രോണിക്കലി എന്നതാണ് G2C ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഇ ഗവേണൻസ്? ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റിൽ ഏതാണ് വരാത്തത്? ഒന്നാമത്തത് ഇൻക്രീസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ശരി ഉത്തരമാണ്. ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, അതും ശരിയാണ്. ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ടാണ് എഫിഷ്യൻസി കൂട്ടുന്നതും എഫക്റ്റീവ്നെസ് കൂട്ടുന്നതും. അടുത്തത് ടു ഇൻക്രീസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടാനാണോ ഈ ഗവേണൻസ്? ഒരിക്കലുമല്ല. അത് വളരെ നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്, ഇൻക്രീസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. എൻഹാൻസ് ആക്സസിബിലിറ്റി ടു പബ്ലിക് സർവീസസ്, അതുമല്ല. ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്. അടുത്ത നാലാമത് ചോദ്യം, വൺ ഓഫ് ദ മേജർ ചലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇ ഗവേണൻസ് ഈസ്? ഇ ഗവേണൻസ് കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണ്? അവൈലബിലിറ്റി ഓഫ് ദ സ്കിൽഡ് മാൻ പവർ, ഡിജിറ്റൽ ഡിവൈഡ്, ലാക്ക് ഓഫ് പബ്ലിക് അവെയർനെസ്, ഹൈ കോസ്റ്റ് ടെക്നോളജി. മെയിനായിട്ടും ഇ ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് തന്നെയാണ്. ഡിജിറ്റൽ ഡിവൈഡാണ് ശരി ഉത്തരം. കാരണം ഡിജിറ്റൽ ഡിവൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ G2B ഇ ഗവേണൻസ്? നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടായിരുന്നു G2B എന്ന് വെച്ചാൽ B എന്താണ്? ബിസിനസ് ആണ്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഓപ്ഷനാണ് ഇതിൽ വരുന്നത് നോക്കിയാൽ മതി. ആൻസർ ഓൺലൈൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ, ഓൺലൈൻ ടാക്സ് ഫയലിംഗ്, ഓൺലൈൻ ബിസിനസ് രജിസ്ട്രേഷൻ, ഓൺലൈൻ ഗ്രീവൻസ് റെഡ്രസൽ. അപ്പോൾ C ഓപ്ഷനാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓൺലൈൻ ബിസിനസ് രജിസ്ട്രേഷൻ എന്നതാണ് ശരി ഉത്തരം. അടുത്ത ആറാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ദി ഇ ഗവേണൻസ് പ്രൈമറലി എയിംസ് ടു? The concept of e-governance primarily aims to increase government revenue, centralize government power, improve governance through ICT, reduce the role of citizens in governance. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഗവേണൻസ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? C ആണ് ശരി ഉത്തരം. ഇംപ്രൂവ് ഗവേണൻസ് ത്രൂ ICT എന്നതാണ് ശരി ഉത്തരം. ദ കൺസെപ്റ്റ് ഓഫ് ദ ഗവേണൻസ് പ്രൈമറലി എയിംസ് ടു ഇംപ്രൂവ് ഗവേണൻസ് ത്രൂ ICT. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോട്ട് എ ക്രിട്ടിക്കൽ കമ്പണൻറ്റ് ഓഫ് ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ? തന്നിരിക്കുന്നതിൽ ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ ക്രിട്ടിക്കലായിട്ട് വരാത്ത കമ്പണൻറ്റ് എന്താണ്? ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആണോ? ഹ്യൂമൻ റിസോഴ്സ് ആണോ? ട്രഡീഷണൽ ഗവൺമെൻറ് ഓഫീസാണോ? സൈബർ സെക്യൂരിറ്റി ആണോ? അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ C ആണ്, ട്രഡീഷണൽ ഗവൺമെൻറ് ഓഫീസസ്. അത് ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഇതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഗവേണൻസ് കൊണ്ടുവരുന്നത്.
അപ്പോൾ ആൻസർ സി ആണ്. അടുത്ത 8ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊട്ടൻഷ്യൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇ ഗവേണൻസ്? ഇ ഗവേണൻസ് കൊണ്ടുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഇംപ്രൂവ്ഡ് ട്രാൻസ്പെറൻസി, സൈബർ സെക്യൂരിറ്റി ത്രെട്ട്, എൻഹാൻസ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ റിസ്ക്? എന്താണ്? സൈബർ സെക്യൂരിറ്റി ത്രെട്ടാണ്. ഈ ഗവേണൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന് സൈബർ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് പൊട്ടൻഷ്യൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം. എ സക്സസ്ഫുൾ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് റിക്വയർസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, എ കോമ്പിനേഷൻ ഓഫ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ ഏതാണ് ശരി? എ സക്സസ്ഫുൾ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് റിക്വയർസ് എ കോമ്പിനേഷൻ ഓഫ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസ്. രണ്ടും കൂടെ ചേർത്താണ് ഈ ഗവേണൻസിൻ്റെ ഇനിഷ്യേറ്റീവിൽ വരുന്നത്. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കീ പ്രിൻസിപ്പിൾ ഓഫ് ദ ഇ ഗവേണൻസ്? ഇ ഗവേണൻസിൻ്റെ കീ പ്രിൻസിപ്പിളിൽ വരാത്ത ഏതാണ്? ഇൻക്ലൂസിവിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻട്രലൈസേഷൻ. ഇൻക്ലൂസിവിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻട്രലൈസേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഈ ഗവേണൻസിൻ്റെ കീ പ്രിൻസിപ്പിളായിട്ട് വരാത്ത ഏതാണ്? ICT ആണ്. നമ്മൾ പറഞ്ഞാണ് ICT. അപ്പം അക്കൗണ്ടബിലിറ്റി. ഇതിൽ വരാത്തത് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ കംപ്ലീറ്റ് ടോപ്പിക്കിനെയും സംബന്ധിച്ച് ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മളിവിടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു.